മലമ്പുഴ ഉദ്യാനത്തിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ ഡാമിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളികൾ ഇപ്പോൾ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് നോട്ടീസ് ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമരത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ പ്രായം ചെന്നിട്ടുള്ള ഈ അമ്മമാർ ഉൾപ്പെടെ കടന്നിരിക്കുന്നത്. അമ്മ എത്ര കാലം ഇവിടെ ജോലി ചെയ്യുന്നത്? 30 വർഷമായി ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ലിസ്റ്റ് ഒട്ടിയിരിക്കുന്നത്. ഇതുവരെ നമ്മൾക്ക് ലിസ്റ്റ് ഒട്ടുന്നതോ പിരിച്ചുവിടുന്നതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പം നമ്മൾക്ക് പണി വേണം. അതാണ് ഞങ്ങൾ 70 വയസ്സ് വരെ പണി വേണം. ഇപ്പോൾ ലിസ്റ്റ് ഒട്ടിയിട്ട് കുറച്ച് പേരുടെ വയസ്സായവരുടെ ഒന്നും ഇട്ടിട്ടില്ല. അവർക്ക് കൂലി കൂട്ടി ശമ്പളം കൂട്ടിയിട്ടും പണി കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അവർക്ക് ലിസ്റ്റ് ഒട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ശമ്പളം കൂട്ടിയിട്ട് നോട്ടീസ് ബോർഡിൽ ഇട്ടപ്പോഴാണ് അറിയണത്. ഞങ്ങൾക്ക് അതുവരെ അറിയില്ലായിരുന്നു. ഇതാണ് പറയുന്നത്. ജോലി വേണം. ഞങ്ങൾക്ക് ജോലി വേണം. ഞങ്ങൾ ഇനി എവിടെ പോകണം? നല്ല സമയത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും വർഷങ്ങളായില്ലേ, 30 വർഷമായില്ലേ, ഞങ്ങളെവിടെ പോകുഞ്ഞ്? ജോലി ഞങ്ങൾക്ക് ആ മാസം 2 മാസം കൂടുമ്പോൾ 13 പണിയാണ് കിട്ടുന്നത്. 830 ഞങ്ങൾക്ക് 630 ആനുകൂല്യങ്ങളൊന്നും ഒന്നുമില്ല. ഏതാനും ഇപ്പോഴാണ് ശമ്പളം കൂട്ടി പറഞ്ഞിട്ട് 1-ാം തീയതിക്ക് ശേഷം ശമ്പളം പെട്ടെന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തമ്മ. പെട്ടെന്ന് പിരിച്ചുവിടുകയെന്ന് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച നോട്ടീസ് ബോർഡ് കൊണ്ടുപോട്ടിയിരിക്കുന്നു. എം എൽ എൻ്റെ ഇതിലാണ് ചെയ്തെന്നാണ് പറയുന്നത്. അവർക്കറിയില്ല എം എൽ എ ആണ് ഇതിൻ്റെ ആളെന്ന്. ഞങ്ങളെന്ത് ചെയ്യും? പെട്ടെന്നൊരു ദിവസം ആകെ 2 മാസം കൂടുമ്പോഴാണ് 13 പണി ഞങ്ങൾക്ക് തരുന്നത്. അതും ഇപ്പം തരില്ലാന്ന്. ഇപ്പോൾ ഈ മലമ്പുഴ ഡാമിലുണ്ടായിരുന്ന 96 താൽക്കാലിക ശുചീകരണ തൊഴിലാളികളെയാണ് ഇപ്പോൾ DTPC പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ ജോലിയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, 50 വയസ്സും 60 വയസ്സെല്ലാം പിന്നിട്ടുള്ള അമ്മമാരാണ് ഇവിടെ ഈ തൊഴിൽ ചെയ്തിരുന്നത്. ഇവരെയാണ് ഇപ്പോൾ ഒരു കാരണവും അറിയിക്കാതെ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടത്. പെട്ടെന്ന് കഴിഞ്ഞ 24-ന് നോട്ടീസ് ബോർഡിൽ ഇവരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഈ ഒരു ഓർഡർ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ചോദിച്ചപ്പോഴാണ് ഇവരെ മുഴുവൻ പിരിച്ചുവിട്ടതായിട്ടുള്ള വിവരം ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ കോൺഗ്രസിന്റെയും INTUCയുടെ എല്ലാം നേതൃത്വത്തിൽ ഈ ശുചീകരണ തൊഴിലാളികൾ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഇവരെ മുഴുവൻ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇവർക്ക് ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണമെന്നാണ്. അതായത് നമ്മൾ ഏകദേശം 35-40 വർഷമായിട്ട് ഈ ഉദ്യാനത്തിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളാണ് ഈ ധർമ്മസമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് ഒരു കാരണവുമില്ലാതെ കഴിഞ്ഞ 24-ാം തീയതി ഈ നോട്ടീസ് ബോർഡിലിട്ടാണ് 96 പേരും 31 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജോലിക്ക് പ്രവേശിക്കേണ്ട എന്ന്. ഇപ്പോൾ നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും വന്ന് പറയുന്നത് മലമ്പുഴ MLA എടുത്ത തീരുമാനമാണ്, അതുകൊണ്ട് മാറ്റാൻ പറ്റില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഉദ്യാനത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മലമ്പുഴ MLA ആണോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണോ? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു സർക്കാർ സംവിധാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് MLA അല്ല. അവിടെ ഈ ഉദ്യാനത്തിൻ്റെ പൂർണ്ണ ചുമതല എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. DTPC ആണ് ഇവർക്ക് പണം നൽകുന്നത് തൊഴിലിന്. DTPCയുടെ ചെയർമാൻ കളക്ടറാണ്. കളക്ടറിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എടുത്ത തീരുമാനമാണ്. കളക്ടറോട് ചർച്ച ചെയ്യുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും. ഇത്രയും കാലം 30-40 വർഷമായിട്ട് ഈ തൊഴിലാളികൾക്ക് ESI ഇല്ല, PFI ഇല്ല. ഒരു പൈസയും കൊല്ലും കൊടുക്കാതെ പിരിച്ചുവിടാനുള്ള തീരുമാനമാണ്. ശക്തമായിട്ട് എതിർക്കും. മരണം വരെ ഈ പടിത്തട്ടിൽ ഈ സമരവുമായിട്ട് ഈ തൊഴിലാളികൾ മുന്നോട്ട് പോകും. പോലീസ് അല്ല, ഇനി എത്ര പോലീസ് ആവശ്യപ്പെട്ടത് സമരം നിർത്തണമെന്നാണ്. അപ്പം ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് കളക്ടറുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തൊഴിലാളികളെ തയ്യാറാക്കണം. കളക്ടർ ചർച്ചയ്ക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സമരം നിർത്താം. അടിസ്ഥാനത്തിൽ സമരം നിർത്തണം. അവർ പറയുന്നത് നിങ്ങളെ ഉദ്യാനത്തിലേക്ക് ആളുകളെ പ്രവേശിക്കണം. ഞങ്ങൾ അതിനൊന്നും എതിരല്ല. ഈ ഉദ്യാനം ഇതേപോലെ ആക്കാൻ വേർപ്പ് ചിന്തിയ തൊഴിലാളികളാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ആ തൊഴിലുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് കളക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ച നടത്തി. അപ്പോൾ പോലീസ് വന്ന് പറയുന്നത് MLA തീരുമാനിക്കണം. MLA അല്ല മലമ്പുഴ ഗാർഡന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതാ ഇവിടുത്തെ SI പറഞ്ഞത്. MLAയുടെ കാര്യം ചോദിച്ചോളൂ. MLA എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി MLA എടുത്ത തീരുമാനമായതുകൊണ്ടാണ് ഇവിടുന്ന് പോകാൻ പറയുന്നത്. അതല്ല എക്സിക്യൂട്ടീവിൻ്റെ ഇറിഗേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല തീരുമാനിക്കുന്നത്. പോലീസ് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതും ആണ് വന്നത്. നമുക്ക് ആധികാരികമായിട്ട് എന്തെങ്കിലും കിട്ടുകയാണ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ SI അല്ലെന്ന് ഈ പറയുന്ന MLAക്ക് എന്താ കാര്യം? ജനപ്രതിനിധി എന്നുള്ള ഇവിടുത്തെ പരാതി പറയേണ്ടത് നിയമസഭയിലാണ്. അല്ലാതെ ഇവിടെ തൊഴിലാളികൾ ചെയ്യുന്ന തൊഴിലിന് പരാതി ഉന്നയിക്കുമ്പോൾ അത് പറയേണ്ടതയാളല്ലോ. ഇവിടെ സമരം തീർക്കാൻ പറയേണ്ടത് അവരല്ല. സമരം തീർക്കേണ്ടത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ കലക്ടറാണ്. അവർ വിളിച്ചിരിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ട അവരാണ്, അല്ലാണ്ട് MLA അല്ല. പോലീസുകാർ പറയുന്നത് അവർ സംരക്ഷണം ഒരുക്കാൻ വേണ്ടി വന്നത് മാത്രമാണ്. ഞങ്ങൾക്കൊരു അവർ പറഞ്ഞത് നമ്മളോട് സംരക്ഷണം ഒരുക്കുകയാണെങ്കിൽ 2 സൈഡ് പോലീസ് നിന്നാൽ മതി. ഞങ്ങൾ ഈ സമരം തീർക്കുന്നവരെ ഇവിടെ ഈ സ്ത്രീകൾ ഇരുന്നോളാം. ഇവരുടെ തീരുമാനം ഈ ജോലിയുമായി ബന്ധപ്പെട്ട തീരുമാനം ആവും വരെ സന്ദർശകരെ അകത്ത് കയറ്റില്ല എന്നുള്ള കാരണം ഇവർ 40 വർഷമായിട്ട് ഈ ഉദ്യാനം ഇതേപോലെ ആക്കാൻ വേർപ്പ് ചിന്തിയ തൊഴിലാളികളാണ്.
ആ 96 വരെ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ തീരുമാനത്തിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ പടിത്തട്ടിൽ മരണം വരെ ഈ തൊഴിലാളികൾ ഇവിടെ തന്നെ ഇരിക്കും. അതിന് പൂർണ്ണമായ സംരക്ഷണം INTUCയും കോൺഗ്രസും നൽകും. ഈ ജോലി തിരിച്ചു വേണം എന്നുള്ളത് തന്നെയാണല്ലേ? ജോലി തിരിച്ചു വേണം. ഞങ്ങളുടെ ആനുകൂല്യങ്ങളും ഞങ്ങളുടെ പൈസ പിടിച്ചതും കിട്ടണം. അവിടെ തന്നെ പോയി ഇപ്പൊ പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാ? 70 വയസ്സ് വരെ പണിയും വേണം. ഞങ്ങളുടെ ആനുകൂല്യങ്ങളെ ഞങ്ങൾക്ക് തരികയും വേണം. ഞങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറാണ്. 70 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞു പോകും. 60 വയസ്സ് കർശനമായി മാറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരാനുള്ള ഒരു തുക ഞങ്ങളുടെ തരാനുള്ള ഞങ്ങൾക്ക് തരണം. അത് കപ്പിച്ച തന്നിട്ട് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ 30 വർഷമായിട്ട് ഇവിടെ പണി ചെയ്യുന്നവർ. ചോദിച്ചവരോട് ഈ നഷ്ടപരിഹാരത്തിനെ കുറിച്ച് നേരത്തെ ഞങ്ങൾ ഇതിന് മുമ്പ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര 4 കോടി ചില്ലറ ഉറുപ്പ്യ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അരിയറും മറ്റേ ഒക്കെ ഡി ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 4 പ്രാവശ്യം 4 ഗഡുക്കളായിട്ട് തരാമെന്നാ പറഞ്ഞത്. ഇന്ന് വരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അത് ഞങ്ങൾക്കത് കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾ 10-30 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ഈ പ്രദേശത്തുള്ളവരാണ്, ദൂരെ നിന്ന് വന്നവരല്ല. ഞങ്ങൾക്കത് കിട്ടിയേ പറ്റുള്ളൂ. പിരിഞ്ഞു പോകാനൊക്കെ ഞങ്ങൾ പോവില്ല. ഞങ്ങൾ ചത്താലും പോവില്ല. അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ പോവുള്ളൂ. എന്തിനു ഞങ്ങൾ പോകണം? ഞങ്ങളുടെ തുകര നീരാക്കിയിട്ടുണ്ട് ഇവിടെ. ഞങ്ങളുടെ തുകര വെട്ടിയിട്ടും കളിച്ചിട്ട് ഞങ്ങളുടെ തുകര ഇപ്പോഴും നീരാക്കുകയാണ്. ഞങ്ങൾ പണിക്ക് പോയാൽ ചക്കോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് പണി തരും. പിള്ളേർക്ക് പാക്കറ്റ് നിരക്കലും കോല് കുത്തലുമാണ് പണി കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ആ പണി വേണ്ട. ഞങ്ങൾക്ക് അധ്വാനിക്കുന്ന പണി വേണം. ഞങ്ങൾക്ക് നന്നായി അധ്വാനിക്കുന്ന പണിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ജോലിയിൽ തീരുമാനമാവുന്നവരെ സന്ദർശകരെ കേട്ടില്ല. കേട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ പേരിലാണ് ഇപ്പൊ പണി തുടങ്ങുന്നത്. ഞങ്ങളുടെ പണി എടുക്കാൻ ഇടാണ്ട് പേരിടാതെ കണ്ട് വേറെ ഞങ്ങൾക്ക് തരേണ്ട ആനുകൂല്യങ്ങളെ തന്നാലേ പിരിഞ്ഞു കൊടുക്കും. 75,000 രൂപ കൊണ്ടുപോയി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ വയസ്സായിട്ട് ചവിട്ടിത്തല്ലേ ഞങ്ങൾ വേറെ എന്ത് പണിക്ക് പോകില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ പിരിച്ചുവിടണം. അതിൻ്റെ ന്യായമായ പൈസ അല്ലെങ്കിൽ 70 വയസ്സ് വരെ പണി ഞങ്ങൾക്ക് വേണം. പണിയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. എന്താണ് പറയുന്നത്? 70 വയസ്സ് വരെ ജോലി ചെയ്യാനുള്ള കരാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മാസം 24-ന് ഇവരെ പുറത്താക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഇപ്പൊ വെല്ലുവിളിക്കുന്നുണ്ട്. 14 വയസ്സിൽ വന്ന പെൺകുട്ടികൾ. ഞങ്ങൾ വിചാരിച്ചു 10 ഓടി വന്നാണ് കർട്ടൻ പാവാടിയും യൂണിഫോമും കൂടിയിട്ട്. ഞങ്ങൾ വിചാരിച്ചു അയ്യോ അതോ മക്കൾ വന്ന് ചെയ്തോട്ടെ. ഞങ്ങൾ ഈ പാചകം ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ അന്നേത് അമ്മമാരെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലാണ്. അമ്മമാർ പറയുന്നത് തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവില്ല, ഇവിടേക്ക് സന്ദർശകരെ കയറ്റിവിടില്ല, തങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവണം. അഥവാ തങ്ങളെ പിരിച്ചുവിടുകയാണെങ്കിൽ അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം തങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ തങ്ങൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. അതുവരെയും സന്ദർശകരെ ആരെയും തന്നെ ഈ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് കയറ്റിവിടില്ല എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ അമ്മമാർ മുഴുവൻ ഈ മലമ്പുഴ ഉദ്യാനത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി അമ്മമാരാണ് ഇവിടെ ഈ ഉദ്യാനത്തിന്റെ ഈ പ്രധാന കവാടത്തിന് മുന്നിൽ ഇരിക്കുന്നത്. അതിന് തൊട്ടുപിറകിലായി തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇവരോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് മാറിപ്പോകണമെന്നും. പക്ഷേ ആ ഒരു മാറിപ്പോവില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെ ഈ അമ്മമാർ മുഴുവൻ ഉറച്ചു നിൽക്കുന്നത്. കാര്യം നേർന്ന് നിൽക്കും. ഞങ്ങൾ ചെറുപ്പത്തിൽ വന്നു, ഇപ്പോൾ വയസ്സായി, ഇപ്പോൾ പോകണം പറഞ്ഞാൽ പറ്റില്ല. അതിനുള്ള ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ഇതും കാത്തിട്ടാണ് ഇരിക്കുന്നത്. പിള്ളേർക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് കളക്ടർ ഇടപെടുന്നുണ്ടോ? പെട്ടെന്ന് വേണം. പെട്ടെന്ന് ഇല്ലാണ്ട് അയാൾ ഒപ്പം വരണോ അപ്പോഴേ ഞങ്ങൾ പോകുള്ളൂ. DTPCയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കളക്ടർ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തണം, എന്നിട്ട് തങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അമ്മമാർ ഇപ്പോൾ വീണ്ടും ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണും വരെ തന്നെ ഈ പ്രതിഷേധമായി മുന്നോട്ട് പോകും. അതുവരെ ഈ സന്ദർശകരെ ആരും തന്നെ ഈ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നൊരു തീരുമാനമായി ഈ അമ്മമാർ മുന്നോട്ട് പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.